നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ശരി തന്നെ, അവളും ഞാനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. അത് നടന്നേ തീരൂ. അതെന്റെ ഒരു വാശിയാ. അവളോടുള്ള എന്റെ പക അവളെ താലി കെട്ടി കൂടെ പോർപ്പിച്ചു വേണം എനിക്ക് തീർക്കാൻ. ഇനി അമ്മയ്ക്ക് കൊടുക്കും. അഞ്ജു, ദക്ഷിണ കൊടുത്ത് ഗോപികയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. എനിക്ക് പറ്റില്ല. ഞാൻ എന്തിനു ദക്ഷിണ കൊടുത്ത് ഇവളുടെ അനുഗ്രഹം മേടിക്കുന്നത്? അഞ്ജിത്, എനിക്ക് ഗോപികയുടെ അനുഗ്രഹം ഒന്നും ആവശ്യമില്ല. മോളെ, നാളെ നീ മറ്റൊരു വീട്ടിലേക്ക് പോവല്ലേ? മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി നിന്റെ കല്യാണത്തിന്. അതിനിടയ്ക്ക് എന്തിനാ ഇനി നീയും ഗോപികയും തമ്മിൽ ശത്രുത? നീ ഗോപികയായിട്ടുള്ള ശത്രുത എല്ലാം മറക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ നന്മ മാത്രമേ ഗോപിക ആഗ്രഹിക്കുന്നുള്ളൂ. മോള് പറയുന്നത് കേൾക്ക്. ഗോപികയ്ക്ക് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കേ. അത് ഗുരുത്വമാണ്. അതിന്റെ ഫലം ഈശ്വരൻ നിനക്ക് തീർച്ചയായിട്ടും തരും. അഞ്ജിതേ, ദേവിയെ പറയുന്ന നീ കേൾക്ക്. അഹന്ത കാണിക്കാനുള്ള മുഹൂർത്തം അല്ലിത്. മോളെ, ചെല്ലു മോളെ.
മോനെ. എത്ര നാളായടാ നിന്നെ? അത് കഴിഞ്ഞില്ലേ അമ്മേ, അത് വിട്ടുകള. കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും ഗ്രഹണം വരും. അതുപോലെ ഭദ്രന്റെ ജീവിതത്തിൽ ഒരു ഗ്രഹണകാലം ഉണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. ആ അമ്മ വാ. പിന്നെ എന്തൊക്കെയാ പുറത്തെ വിശേഷങ്ങൾ? എന്നെ ജയിലിൽ കയറ്റിയിട്ട് ആ ദേവിക സുഖിച്ചു വാഴുവാണോ അവിടെ? അതിനവള് നാട്ടിലില്ലടാ. ഇല്ലേ? അവൾ എവിടെ പോയി? അവളും അവളുടെ കുടുംബവും കൂട്ടത്തോടെ സിറ്റിയിലേക്ക് കെട്ടിയെടുത്തു. ഇപ്പൊ അവറ്റുകളുടെ പൊറുതി അവിടെയാ. ഓ, അവൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ശരി തന്നെ, അവൾ ഞാനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. അത് നടന്നേ തീരൂ. അതെന്റെ ഒരു വാശിയാ. അവളോടുള്ള എന്റെ പക അവളെ താലി കെട്ടി കൂടെ പോർപ്പിച്ചു വേണം എനിക്ക് തീർക്കാൻ. കല്യാണം എപ്പം നടത്തി തരും? അതാ ഇപ്പം എനിക്ക് അറിയേണ്ടത്. നീ പുറത്തിറങ്ങിയല്ലോ, ഇനി എപ്പ വേണമെങ്കിലും നടത്താം. നീയായിട്ടുള്ള വിവാഹത്തിന് ദേവികയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ആ സുലോചന വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വിളിക്കേ, വേഗം വിളിക്കേ. എന്നിട്ട് സ്പീക്കറിലിട്. വിളിക്കേ. ഓ, ഇവരിപ്പൊ എന്തിനാ വിളിക്കുന്നേ? അയ്യോ, വല്ല ഏടാകൂടോ ആണോ? ഇനിയിപ്പൊ തെറി പറയാനായിരിക്കോ? അവസാന നിമിഷം ഞാൻ കളം മാറിയതിന്റെ കലി ചിലപ്പോ കാണുമായിരിക്കും. എന്തായാലും എടുക്കാം. ഹലോ സുലോചനെ, എന്തൊക്കെയുണ്ടടി വിശേഷങ്ങള്? എടി, നീ കൂടെ നിന്നിട്ട് അവസാനം കാലും അറിയില്ലടി. അല്ല, അത് ഭദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ അതും മറന്നോ നീ? അയ്യോ, അത് ഞാൻ പിന്നെ മറക്കുവോ? എന്നിട്ട് എന്തായി? അവളെ സമ്മതിച്ചോ? നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? അതിപ്പോ ഭദ്രനിപ്പോ ജയിലിലല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. എടി, അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ അട്ടിപ്പേർ കിടക്കുന്നാണോ നീ വിചാരിച്ചത്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയോ? എപ്പോ? ഇപ്പോ. ഇനി അവൻ പുറത്ത് തന്നെ കാണും. എപ്പോ അവനും അവളും തമ്മിലുള്ള കെട്ട് നടത്താം, അത് പറയേ. അത് എന്താടി, വാക്കു മാറാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ നിനക്ക്? ഏയ്, ഞാനങ്ങനെ വാക്ക് മാറ്റോ? അതെ സ്വർണ്ണമേ, നാളെ എന്റെ മോൾ അഞ്ജിതയുടെ കല്യാണോ? ഓഹോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.